നമ്മുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണിന്ന്. നമ്മൾ രാവിലെ ഫ്രഷായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ആദ്യം ഭക്ഷണം കഴിക്കും അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞൊരു ബൈക്ക് റെന്റിന് എടുക്കണം. എന്നിട്ട് അഗോഡ ഫോർട്ട്, ചപ്പോറ ഫോർട്ട് അല്ലേ, അങ്ങനെ ഇവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അത് കാണിച്ചു തരാം. 2 മസാല ദോശ ഓർഡർ ചെയ്തു. നമ്മുടെ മസാല ദോശയുടെ ടേസ്റ്റ് അല്ല, നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ദോശയുടെ ടേസ്റ്റേ അല്ല. ചട്നി ഒക്കെ ആണെങ്കിലും ഒരു മല്ലി അങ്ങനത്തെ കഴിക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. മസാല ദോശ എന്ന് പറഞ്ഞാൽ മറ്റേ പൊടി മസാല ദോശ കേട്ടോ. കേട്ടോ, ചമ്മന്തി മല്ലി ചമ്മന്തിയാണേ ഉള്ളൂ. സാമ്പാർ നമ്മുടെ അടുത്ത് കൂട്ട് തന്നെ ഏകദേശം സാമ്പാർ ടേസ്റ്റ് ഒക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഒരു ബൈക്ക് റെന്റിന് എടുത്തു. നമ്മുടെ ബൈക്കിൽ പോരും കേട്ടോ, ചേട്ടൻ എടുക്കാൻ പോയി അതല്ലേ. ആണോ, നമുക്കുള്ള വണ്ടി വന്നു. നമുക്ക് ജസ്റ്റ് വീഡിയോ എടുത്തേക്കാം. മൊത്തം വണ്ടിയാ കേട്ടോ. 400 രൂപ അല്ലേ? ആ आपका नाम क्या है? मैं नमल पुष्पा में कॉल करो. हाँ सुधी हो गया. ഈ അങ്ങനെ കേട്ടോ നമുക്ക് വണ്ടി എടുത്തു തന്നെ. അപ്പോൾ നാം ജോൺ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ജോണിനെ കണ്ടാൽ മതി. 400 രൂപയേ ഉള്ളൂ. അതിലെ നല്ല പുതിയ വണ്ടി. കലങ്കോട്ട് റെസിഡൻസിയുടെ നേരെ ഓപ്പോസിറ്റ് അലക്സ് ബാർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ അണ്ണനുണ്ട്. അണ്ണൻ വരിക, ബൈക്കുണ്ടല്ലോ, നല്ല പുത്തൻ വണ്ടി, അടിപൊളി, നല്ല സൂപ്പർ വണ്ടി. ആ നമ്മള് ബൈക്ക് എടുത്ത് 3 പേർക്ക് പോകാന്ന് പറഞ്ഞേ. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് മാത്രം മതി ഹെൽമെറ്റ് എന്നാ പറഞ്ഞേ. നല്ല ക്ലൈമറ്റ് ആട്ടോ. വെയിലുണ്ടെന്ന് പറഞ്ഞാലേ ഒരു ചൂടില്ലല്ലോ കേട്ടോ അധികം. ഒരുപാടുണ്ടോ? ചില സ്ഥലത്ത് 500 രൂപയല്ലേ ബൈക്കിന് പറയുന്നത്. നമ്മൾ റൂം എടുത്തതിന്റെ അവിടെ ഉണ്ടായിരുന്നു 500 രൂപ ഒരു ദിവസം പറഞ്ഞേ. ഒരു പെട്രോൾ പമ്പിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞോണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനിയിപ്പോ വഴി തെറ്റിച്ച് വിടുന്നാണോ അറിയത്തില്ല അല്ലേ ഏട്ടാ? ഓരോരോ വഴികളിങ്ങനെ പറഞ്ഞു ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് ഉള്ളിലോട്ട് കയറി പോകുന്നത്. ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെയാണോ പെട്രോൾ പമ്പ് കൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല. ഇതാണ് ഇവിടെ ഓരോരുത്തരുടെ ഇരിക്കുമ്പോ ലെഫ്റ്റ് റൈറ്റ് പെട്രോൾ പമ്പ്. ഇതെവിടെയൊക്കെ ഒരു പെട്രോൾ ഒഴിക്കുന്ന പെട്രോൾ പമ്പ്. എന്റെ പൊന്നെ, എനിക്ക് വയ്യ. ഉള്ളതാട്ടോ നമ്മളൊക്കെ ഇത്രയും ഇതാക്കി വിട്ടപ്പോഴത്തേനെ വെറുതെ പറയുന്നതാണോ അറിയില്ലല്ലോ. കേട്ടോ, പെട്രോൾ അടിക്കാൻ വന്ന തിരക്കാ കേട്ടോ. മുഴുവൻ റെന്റ് വണ്ടികളാണേ കേട്ടോ. എന്നാ തിരക്കാണ് പെട്രോൾ അടിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവരും 2 വീലറാണ് കേട്ടോ. അതുപോലെ 2 വീലർ വാടകയ്ക്ക് എടുത്താ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിച്ച് 96.4 ആണ് ഇവിടുത്തെ പെട്രോളിന്റെ വില. 300 രൂപയ്ക്ക് അടിച്ചപ്പോഴത്തേനും 3 ലിറ്റർ മിച്ചം കിട്ടി. ആദ്യം 300 രൂപയ്ക്ക് അടിക്കാം, പിന്നെ നമ്മൾ ഓടുന്ന അനുസരിച്ച് അടിച്ചാൽ മതി. ഓക്കെ, ഇനി ഗൂഗിൾ മാപ്പ് ഇടുക അഗോഡ ഫോർട്ടിലേക്ക്. ശരിക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ കേരളം തന്നെ അല്ലേ? കേരളം, കേരളം. ഇവിടുത്തെ മെയിൻ ബിസിനസ് റെന്റ് കാർ, റെന്റ് ബൈക്കാന്ന് തോന്നല്ലോ കൂടുതലും. രണ്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ, ഹോട്ടലിൽ കയറാനായിട്ട്. ഇങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ടേ.
ഫോണിന് കാണാൻ 300 രൂപ. നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറി. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. നമുക്ക് എത്ര സാധാരണ ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ നമ്മൾ കൊടൈക്കനാലിൽ പോയപ്പോൾ കണ്ട പോലെ തന്നെ ഫോറിനേഴ്സിന് എത്രയാണെന്നറിയോ? 300 രൂപ. കൂടുതലാണ്. വരുമ്പോൾ തന്നെ ഇത് ഇവിടെ കുടിവെള്ളത്തിനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആഹാ, നല്ല കാറ്റ്, നല്ല സുഖം. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരാളോട് സംസാരിച്ചോ പറയാം, ഇവിടെ അസ്തമയം കാണാൻ വരണം, അടിപൊളിയാന്നാ പറഞ്ഞത്. അറിയത്തില്ല, ഇന്നലെ വൈകിട്ട് വന്നാൽ മതിയായിരുന്നല്ലേ. ആ, അതെ, അവിടെ ഒരാള് ഇതൊക്കെ നനയ്ക്കുന്നുണ്ടോ? നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ക്ലീൻ, നല്ല ഇതാണ് കേട്ടോ ഫോട്ടോ. ഈ വെയിലെന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ തണലിലോട്ട് വന്നു കഴിയുമ്പോൾ നല്ല തണുപ്പ്. ഇവിടേക്ക് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, പോട്ടെ, കണ്ടോ? എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ, എഴുതിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് ഇതുപോലെ പൈതൃകമായിട്ട് നിൽക്കുന്ന കോട്ടകളിൽ ഒരെണ്ണം കേട്ടോ ഇത്, ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. കണ്ടോ എന്താ അല്ലേ? ആ, ഇതൊക്കെ എന്തൊക്കെയല്ലേ. നോക്കിക്കേ, ആ എന്നാ തണുപ്പാന്ന് കണ്ടോ ഇതിനകത്തോട്ട് കയറിയപ്പോ അല്ലേ? അതെ, അടിപൊളി കണ്ടോ, നല്ല കൂടിയല്ലേ. ഓ, കണ്ടോ കണ്ടോ. പോർച്ചുഗീസുകാരാ കേട്ടോ ഈ കോട്ട പണിയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ചുകാരിൽ നിന്നും മറ്റേ മറാഠികളിൽ നിന്നും ഒക്കെ അവരെ ആക്രമിക്കാൻ വരുമ്പോൾ അവരിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരുണ്ടാക്കിയ ഒരു കോട്ടയത്. ഒരു എവിടേക്ക് വിളിക്കുന്നത് അവര്, എന്തൊക്കെയല്ലേ മനസ്സിലാവുന്നില്ല. അതിനകത്തുള്ള കൊറേ സീക്രട്ട് വാതിലുകളും കൊറേ ഇതുണ്ട്, എല്ലാം കാണിച്ചു തരാം. ഇത് ഈ നിർമ്മിതി 3 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. അതായത് അത്രയും പെട്ടെന്ന് തീർത്തു എന്നുള്ളതാണ് അന്നത്തെ കാലത്തെ. ഒന്ന് ഓർത്തു വയ്ക്കേ. ഏതാ വർഷം ചിങ്കു? 1609 തുടങ്ങിയിട്ട് 1612 അതെ, 1609 തുടങ്ങിയിട്ട് 1612 അത് പണി തീർത്തു എന്നുള്ളതാണ്. ഓ, എന്നാ അല്ലേ, ഒന്ന് കണ്ടു നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനകത്തൊക്കെ ഇത് അറബിക്കടലിന് അഭിമുഖമായിട്ടാ കേട്ടോ ഇത് പണിതേക്കണേ. ആണല്ലേ? ആ, ഇതിന്റെ ഈ അഴി പോലെ കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ കേറിയിരുന്ന എവിടെയാന്ന് അതൊക്കെ പൂട്ടിയേക്കുവാ. എന്നാലും നമുക്ക് അതിന്റെ വാതക്കളൊന്ന് പോയി നോക്കാം എന്നാ അവിടെ. അത് പൂട്ടാതെ വെറുതെ ഓപ്പണാ. ഓരോ വെറുതെ ഓപ്പൺ ആയിട്ട് അവരെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അത് അതിനകത്തോട്ട് എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല അല്ലെ? ഇതിന്റെ ഉള്ളിലൊക്കെ എന്തായിരുന്നായിരിക്കുമല്ലോ അന്നത്തെ കാലത്തെ. അതെ, എല്ലാം കൊണ്ട് നിധികളൊക്കെ സൂക്ഷിക്കുന്ന ഇവിടെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരെ ആക്രമിക്കാൻ വരുമ്പോ ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം പൂട്ടിയേ, ഇത് കണ്ടോ, ഇതിനകത്തോട്ട് കണ്ടോ, ഇത് പൂട്ടിയിട്ടേക്കുക. പക്ഷെ ഇതിനകത്തോട്ട് എന്തൊക്കെയോ ഉണ്ട് കണ്ടോ. ഫുള്ള് കല്ല്, ഇത് വെട്ടുകല്ലല്ലേ ഏട്ടാ? ആ, എത്ര ആൾക്കാർ അധ്വാനമായിരിക്കും അല്ലേ, 3 വർഷത്തെ അല്ലേ? അതെ അതെ അതെ. ഇത്രയും വലിയൊരു ഹലോ ഹലോ, നല്ല ഡിലേ. കണ്ടോ കണ്ടോ കോട്ടയുടെ ബ്യൂട്ടി കണ്ടോ.
കണ്ടോ? നമുക്കിനി ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് കയറിയാലോ? കണ്ടോ, ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അതെന്തുകൊണ്ട് ലൈറ്റ് അതിന്റെ മുകളിൽ കയറാൻ തോന്നുന്നു അല്ലേ? ഏതാ അതിന്റെ മുകളിൽ കയറാൻ പറ്റുമോ? അവിടെ നമ്മൾ കയറി വന്നപ്പോ എന്തോ ആൾക്കാർ മുകളിലോട്ട് കയറുന്നുണ്ട്. നോക്കാം. ഇതിന്റെ ഇതിന്റെ മുകളിൽ കയറിയ നല്ല വ്യൂ അല്ലേ? അതെന്തോ കയറുന്നു. കണ്ടോ, നോക്കിക്കേ എന്നാ വ്യൂ ആണ്, നോക്കിക്കേ. കടല് അടിപൊളി, ഒരു രക്ഷയില്ല. അതെ, ഈ അഗോഡ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഇല്ല, അറിയത്തില്ല. അഗോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെള്ളം എന്നാ. വെള്ളം. ആ, അപ്പൊ പണ്ട് ഈ ഇതിലെ വരുന്ന കപ്പലുകളില്ലേ, അത് കണ്ടോ, അതിലെ കപ്പൽ വരും. അതിലെ വരുന്ന കപ്പലുകളിനകത്ത് ശുദ്ധജലം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ടയിൽ നിന്നാണ് ശുദ്ധജലം നിറച്ചുകൊണ്ടിരുന്നത്. അതായത് ഇതിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ശുദ്ധജലം ശേഖരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അഗോഡ ഫോർട്ട് എന്ന് ഇതിന് പേര് വന്നത്. കണ്ടോ, അതിന് കോട്ടയുടെ മുകൾവശം കണ്ടോ? അവിടെ ആരും കേറുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലില്ല. ഓ, നോക്കിക്കേ എന്നാ രസം നോക്കിക്കേ. പച്ച കളറല്ലേ വെള്ളം? ആ, കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അത് ഒരു ബോട്ട് കണ്ടോ വരുന്നേ, പതഞ്ഞു വരുന്നുണ്ട് അതിന്റെ എഞ്ചിന്റെ. അല്ലേ, അവിടെ കപ്പലല്ലേ കിടക്കുന്നത് ചെറിയ എന്തോ അല്ലേ? കപ്പലാന്ന് തോന്നുന്നു. നമുക്കെന്നാ ഇവിടുന്ന് പതുക്കെ ഇറങ്ങിയാലോ? ഇനി നമുക്ക് ഇവിടുന്ന് ചപ്പോറ ഫോർട്ട് അല്ലേ പോവാം. എനിക്ക് 1 ഇയർ മുമ്പ് അവിടെ എന്തോ പണി നടക്കുമായിരുന്നു. ആണോ? ഗൂഗിൾ ഒരു വർഷം മുന്നേ അവിടെ എന്തോ റിനോവേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നാ പറഞ്ഞേ. നമുക്ക് പോയി നോക്കാം. ഇതുണ്ടോ, ഉച്ചയ്ക്ക് നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടോ? അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ നല്ല വൃത്തിയാണേ അല്ലേ? നല്ല ക്ലീനാ. അപ്പൊ നമുക്കിനി ചപ്പോറ ഫോർട്ടിലേക്ക് പോവാം അല്ലേ? അതെ, അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ നമ്മള് ലോവർ അല്ലേ, ലോവർ അഗോഡ ഫോർട്ടിലെത്തി. ഇനി അവിടെ ഒന്ന് കാണാം. നല്ല ഉഗ്രം ബീച്ചും ഉണ്ട് അല്ലേ? അതെ, എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 50 രൂപ ഫീസ് അല്ലേ? എവിടെ വെച്ചാലും അങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ഇവിടെ എവിടെ പോയാലും പാർക്കിങ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്തല്ലാതെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ അവര് പോലീസുകാർ വന്നിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് പോകും. പിന്നെ ഫൈൻ ഭയങ്കരമാണ്. അതുകൊണ്ട് അതിലും ഭേദം 50 രൂപ കൊടുത്ത് എവിടെ പാർക്ക് ചെയ്യണോ. അതെ അതെ അതെ. അതുകൊണ്ട് വേറെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും ഒരു വണ്ടിയോ ബഹളവോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. കാണിച്ചത് നല്ല ബീച്ചല്ലേ? നോക്കിയേ, കണ്ടോ കണ്ടോ? നീ അവിടെ പോവാ അല്ലേ? ഇതിലേ അങ്ങ് നടന്നു പോവാം. ഓ, എന്നാ രസം നോക്കിയാ കാണാനായിട്ട് അല്ലേ? ഓ, ബീച്ചും അടിപൊളി അല്ലേ? എങ്ങനെടാ? നമ്മുടെ ബോംബെ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്ത് എവിടെയല്ലേ? പാട്ടൊക്കെ അല്ലേ? അതിവിടെ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അഗോഡ ഫോർട്ട് ഞാൻ ആദ്യം ഓർത്ത ഇതാട്ടോ. ആണല്ലേ, ഞാനും അങ്ങനെ ഓർത്തോണ്ടിരുന്നേ. ഓർത്തായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഓർത്തേ. ഇത് ലോവർ ഫോർട്ട് അഗോഡ അല്ലേ? ഞാൻ ആദ്യം നമ്മളെ കാണാൻ പോയത് ഇതായിരിക്കും വിചാരിച്ചത്. ഇതിങ്ങനെ അങ്ങോട്ടുണ്ട് കേട്ടോ.
അതുണ്ടോ? ആഹാ. അത് കണ്ടോ? അങ്ങോട്ട് അങ്ങനെ ഉണ്ട്. എന്ത് രസമാണല്ലേ? ആ കണ്ടോ? ഓ ഒന്നും പറയാനല്ല കേട്ടോ. ഇതിലെ ബീച്ചല്ലേ? ആ കയറിയിരുന്നു. അങ്ങനെ നമ്മള് ചപ്പോറ ഫോർട്ടിൽ എത്തി കേട്ടോ. അതായത് 5 മണി വരെ ഉള്ളൂ കേട്ടോ. ആ ഇവിടെ 5 മണി വരെ ഉള്ളൂ. നല്ല കയറ്റമാണ് കേട്ടോ. ഇങ്ങനെ വളഞ്ഞ് കയറി വരണം. ഈ സ്റ്റെപ്പ് കയറി പോണം കേട്ടോ. പിന്നെ ഇച്ചിരി മടുത്ത് കയറി വന്നാലും നല്ല വ്യൂ ആ കേട്ടോ. കണ്ടോ കടലുണ്ടോ താഴെ? അതേത് ബീച്ചാന്നാ പറഞ്ഞേ? ഇതാണോ അഞ്ജന ബീച്ച്? എനിക്ക് അറിയില്ല. അഞ്ജന ബീച്ച് അല്ലേ? നിയർന്ന കാണിക്കുന്നേ. ആ അറിയില്ല. അവിടെ ഒത്തിരി ആൾക്കാർ ബീച്ച് നിൽക്കുന്നതാണ്. ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. കണ്ടോ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ടോ? ഇതാണ് ഫോർട്ട്. മടുത്ത എങ്കു അടുത്തു. ഫുഡൊന്നും കഴിച്ചിട്ട് വരാം. കഴിച്ച ഉടനെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതെ. ട്രെയിനിന്റെ എൻട്രി. ഉഗ്രം കാറ്റ്. നമ്മുടെ അഗോഡ ഫോർട്ട് പോലെ ഇത് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇല്ല അല്ലേ? ഇതെന്നെ സംഭവം. ഇത് കൊറേ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നല്ലേ? ആ കൊറേ പാറ. ആ പഴയ കുറെ അവശിഷ്ടങ്ങളാ. അതെ. കടല് കണ്ടോ പറ? നല്ല കാറ്റല്ലേ? ആ ഈ വാർത്തയ്ക്കോട് സൈസ് കാറ്റ്. ആ ആൾക്കാർ നിൽക്കുന്നതിന്റെ അപ്രവശം കടലാ കേട്ടോ. അവിടെ നല്ല വ്യൂ ആയിരിക്കും. നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്ക്. ഓ അടിപൊളി. കാറ്റും വെയിലും ഒന്നും പറയാം. നല്ല കോമ്പിനേഷൻ. ആരാ ഇവിടെ ജയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. കാറ്റാണോ വെയിലാണോ എന്ന് ചോദിച്ചാൽ അല്ലേ? അതുപോലെ കാറ്റും അതുപോലെ വെയിലും. അതെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉഗ്രം വ്യൂ ആട്ടോ. കണ്ടോ എന്നാ ബ്യൂട്ടിയാന്ന് നോക്കിക്കേ. ഒയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഒയ്യോ ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ കണ്ടോ തൊപ്പിയൊക്കെ പറത്തിക്കൊണ്ട് പോകും. രണ്ടുപേരെ ഞാനതേ അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അതേ നിൽക്കുന്നു. അതേ കൈ കാണിക്കുന്നുണ്ട്. കാണാമോ? അവിടെ കൈ കാണിക്കുന്നുണ്ടോ? കണ്ടോ? വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോകട്ടോ. ഇതുണ്ടോ ആൾക്കാരിരിക്കുന്നുണ്ടോ? അയ്യോ ഒന്നും പറയാനില്ല കേട്ടോ. കാറ്റ്. അയ്യോ അയ്യോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാറ്റ് കാരണം ഒരു രക്ഷയില്ല. അതുകൊണ്ട് അവിടെ രണ്ടു ആൾക്കാർ നിൽക്കുന്നേ കണ്ടോ. അതിലേ പോയാൽ അതിൻ്റെ താഴെ ചെല്ലാം. ആ താഴെ ആൾക്കാരിരുന്ന് നമ്മൾ കണ്ടില്ലേ? അവിടെ ചെല്ലാൻ പറ്റും. ഇതിന് ചുറ്റും
ചുറ്റും എന്ന് പറയുന്ന പോലെ ബീച്ചാ കേട്ടോ. രണ്ടുപേരും അവിടെ മടുത്തിരുന്നെന്ന് തോന്നുന്നു. പോകാം എന്നാ, ഇനി ഇവിടുന്ന് പതുക്കെ ഇറങ്ങിയേക്കാം.